ഹായ് ഗൈസ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇന്നുള്ളത്. ഇന്ന് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണാമല്ലോ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നമ്മുടെ ഹെഡ്ഫോണൊക്കെ വെച്ച് എൻ്റെ സൈഡിൽ ബാഗൊക്കെ ഉണ്ട്. ഞാൻ US പോകാൻ വേണ്ടി എൻ്റെ സ്വന്തം ബ്രദർ, എൻ്റെ പ്രിയ കൂട്ടുകാരൻ, എൻ്റെ റോൾ മോഡൽ ജീനെ കാണാൻ വേണ്ടി ഞാൻ US പോവാണ്. അപ്പോൾ US പോകാൻ വേണ്ടി ഉള്ള സ്റ്റാർട്ടിങ് ഭയങ്കര റഫായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോൾ ഇവിടെ ടൊറൻറ്റോയിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ടൊറൻറ്റോയിലോട്ട് വന്നതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടു. ടൊറൻറ്റോയിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. സോ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ബിഷപ്പ് എയർപോർട്ടിൽ നിന്നാണ്, ടൊറൻറ്റോയിലുള്ള ബിഷപ്പ് എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അവിടെ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഫ്ലൈറ്റ് എനിക്ക് രാവിലെ 9:30 അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 3 മണിക്കൂർ മുമ്പേ ഞാൻ വരണമെന്ന് അവർ നോട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെൻ്റൽ കാർ എടുത്തുകൊണ്ടും സഡ്ബറിയിൽ നിന്ന് ടൊറൻറ്റോയിലോട്ട് വരാം, ഇവിടെ വന്നിട്ട് എൻ്റർപ്രൈസിൽ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ കാരണം കൊണ്ട്, എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, എന്തോ കാരണം കൊണ്ട് ആഫ്റ്റർ അവേഴ്സ് ഡ്രോപ്പ് ഓഫ്സ് എൻ്റർപ്രൈസ് നിർത്തി റെൻ്റൽ കാർസ്. സോ എനിക്ക് സഡ്ബറിയിൽ നിന്ന് റെൻ്റൽ കാർ എടുത്തുകൊണ്ടും ഇവിടെ വന്ന് എനിക്ക് 6 മണിക്ക്, എനിക്ക് അറ്റ്ലീസ്റ്റ് 6 മണിക്കെങ്കിലും എനിക്ക് കയറണം എയർപോർട്ടിൽ. 6 മണിക്ക് എനിക്ക് വന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ. എൻ്റെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് 8:30 എൻ്റെ ഫ്ലൈറ്റ്. 8:30 ഞാൻ ബോർഡാവും, 9 ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ 8:30 ഞാൻ ബോർഡ് ചെയ്യും. ഞാൻ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അത് പറ്റത്തില്ല, ഡ്രോപ്പ് ഓഫ് ആഫ്റ്റർ അവേഴ്സ് ഡ്രോപ്പ് ഓഫ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അടുത്ത ഏതെങ്കിലും ഏരിയാസിലുണ്ടോ? അടുത്തുള്ള ഒരു ഏരിയാസിലും ഇല്ല, ഡ്രോപ്പ് ഓഫ് പറ്റില്ല. നിങ്ങൾക്ക് 9 മണിക്ക് സ്റ്റോർ ഓപ്പൺ ആകുമ്പോൾ 9 മണിക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യാം. 9 മണിക്ക് ഫ്ലൈറ്റല്ല, ഞാൻ എങ്ങനെയാണ് 9 മണിക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യുക? ഞാൻ അവരുടെ അടുത്തത് പറഞ്ഞിട്ടും അവരതിൽ നിന്ന് വിട്ടുപിടിക്കണില്ല. സോ ഞാൻ പിന്നെ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് വേറെ വഴികളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒണ്ടാരിയോ നോർത്ത് ലാൻഡിൻ്റെ ബസ് എടുത്തു. അപ്പോൾ ഒണ്ടാരിയോ നോർത്ത് ലാൻഡിൻ്റെ ലാസ്റ്റ് ബസ് സഡ്ബറിയിൽ നിന്ന് ഉള്ള എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30. പിന്നെ അടുത്ത ദിവസം രാവിലെ 7 മണിക്കുള്ളൂ. 7 മണിക്കുള്ള സഡ്ബറിയിൽ നിന്ന് ഞാൻ ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ടൈമിൽ എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തലേ ദിവസം തന്നെ എന്ന് വെച്ചാൽ സാറ്റർഡേ 4:30 ബസ് എടുത്തു. ഓൾമോസ്റ്റ് 11:30 ഞാൻ ടൊറൻറ്റോയിലെത്തും. സോ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു, ബസ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ എന്നിട്ട് ട്രാവൽ ചെയ്തു. ഞാൻ ടൊറൻറ്റോയിലെത്തി. ടൊറൻറ്റോയിൽ യൂണിയൻ സ്റ്റേഷനിലാണ് ഞാൻ വന്നിറങ്ങിയത്. കാരണം യൂണിയൻ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് ബസ് ഷട്ടിൽസും ഉണ്ട് ബിഷപ്പിലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂണിയൻ സ്റ്റേഷൻ എടുത്തത്. യൂണിയൻ സ്റ്റേഷനിൽ വന്നു, അവിടെ ഇരിക്കുമായിരുന്നു. കാരണം ബസ് ഷട്ടിൽ ഞാൻ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് 11 സാറ്റർഡേ ആയതുകൊണ്ട് 10:30 ബസ് ഷട്ടിൽസ് തീരും. പിന്നെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ സൺഡേ രാവിലെ 5 മണിക്കാണ് ബസ് ഷട്ടിൽ സ്റ്റാർട്ട് ചെയ്യണേ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, ഗോ ടെർമിനലിൽ ഇരിക്കുമായിരുന്നു. 3 മണിയായപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങണം എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. ഞാൻ ബസ് ഷട്ടിൽ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. 5 മണിക്കാണ് ബസ് ഷട്ടിൽ. അവർ പറഞ്ഞാൽ ഒന്നും പറ്റില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ഞങ്ങൾ ക്ലോസ് ചെയ്യുവാണ്, ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എവിടെ പോവും, തണുപ്പല്ലേ, -18 ഇന്ന് പുറത്ത്, ഭയങ്കര തണുപ്പാണ്. പുറത്ത് പോയിട്ട് ചുമ്മാ ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് പ്ലാൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ടിം ഹോട്ടൻസ് 24/7 ടിം ഹോട്ടൻസ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു. എന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഒരു ടാക്സി എടുത്തു, നേരെ എൻ്റെ അടുത്തുള്ള ടിം ഹോട്ടൻസിൽ വന്നു. 24 hours അവിടെ ചെന്നപ്പോഴേക്കും അവർ പറയാം ഡൈനിങ് ഇല്ല. 24 hours അവർ, പക്ഷെ ഡൈനിങ് ഇല്ല. സാധനം വാങ്ങാം, പോവാം. ബാക്കിയുള്ള അടുത്തുള്ള ടിം ഹോട്ടൽസിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് കോഫി ഞങ്ങൾ കൊടുക്കണുണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 3 മണിക്കാണ് പോയത്. അറ്റ്ലീസ്റ്റ് 5 മണിക്ക് ആകുമ്പോഴേ എനിക്ക് എയർപോർട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടിം ഹോട്ടൽസിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, അന്ന് ഓക്കെ, നേരെ എയർപോർട്ടിലോട്ട് പോവാം എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോഴോ, ബിഷപ്പ് ഐലൻഡിലുള്ള എയർപോർട്ട് 5 മണിയാകുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 3 മണിക്ക് പുറത്തിറങ്ങി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്.
പിന്നെ ഞാൻ ആകെ അവസ്ഥയായല്ലോ, പെട്ടല്ലോ എന്ന് വിചാരിച്ച് എന്താ ഇപ്പം ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു കൺവീനിയൻസ് സ്റ്റോർ കണ്ടു. 7-Eleven എന്ന് പറഞ്ഞിട്ട് ഒരു കൺവീനിയൻസ് സ്റ്റോർ. അവിടെ ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്തു. ഞാൻ ചോദിച്ചു 24/7 ഫുഡ് കിട്ടണ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗൂഗിൾ എൻ്റെ അടുത്ത് 7-Eleven ഉണ്ടെന്ന് ചോദിച്ചു. അവരെ വിളിച്ചിട്ട് ചോദിച്ചു ഡൈനിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ഇതാണ് ഇപ്പം ഞാൻ വന്നേക്കുന്ന സ്ഥലം. ഇതൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. ഇവിടെ അങ്ങനെ ഇരിക്കാനോ ഡൈനിങ് ചെയ്ത് ഇരിക്കാനുള്ളില്ല. ഫുഡ് ഉണ്ട് ഇവിടെ. ഇത് ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്തുള്ളതാണ്. ഫുഡ് ഉണ്ട് ഇവിടെ. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഞാൻ എന്നിട്ട് ഇവിടെ ഉള്ള ഒരു 2 പേരായിരുന്നു നിന്നിരുന്നത്. ഇന്ത്യൻസാണ്. ഒരാൾ ഗുജറാത്തിൽ നിന്നാണ്. അവരുടെ അടുത്ത് ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് അവസ്ഥ, ഞാൻ 5 മണിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, ടാക്സി വിളിച്ചെന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവരെന്നിട്ട് എനിക്ക് ഒരു സ്റ്റൂള് പോലെയൊക്കെ ഇത് സെറ്റാക്കി തന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരുന്നോ, 5 മണി വരെ ഇവിടെ ഇരുന്നോ, എന്നിട്ട് ടൈം ആവുമ്പോൾ ബ്രോ എഴുന്നേറ്റ് പോയിക്കോളാൻ പറഞ്ഞു. ദിസ് ഈസ് ഇന്ത്യൻസ്. ഇതാണ് ഇന്ത്യൻസ്. ടീം ഹോട്ടൽസിൽ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ പോലും അവരെന്നെ വാഷ്റൂം പോലും യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ ഇതൊക്കെ ഒരു കാര്യമില്ല അവർ എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ വേണമെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഞാനിവിടെ നിൽക്കും. പക്ഷേ എനിക്കവർ ഒരു സ്റ്റൂള് പോലെ ഇട്ട് തന്ന് എൻ്റെ അടുത്ത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ദിസ് ഈസ് ഇന്ത്യൻസ്. സോ ഇതൊന്നും എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ട്. ആരും ഇതുപോലെ വന്ന് പെട്ടുപോകരുത് എൻ്റെ പോലെ. ഞാനിത് റിഗ്രറ്റ് ചെയ്യണില്ല. ദിസ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാനിപ്പോൾ വെക്കേഷനായിട്ട് ഇറങ്ങിയതാണ്. ഇതൊക്കെ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ആണ്. ഈവൻ ബസ് എടുത്ത് വന്നത് കൊണ്ടായിരുന്നോടത്തിൽ എൻ്റെ ബസ് എടുത്ത് വന്ന് ഇരുന്നതും എല്ലാം അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ബിഷപ്പിലോട്ടുള്ള ഷട്ടിൽ ബസ്സിൽ കയറും. ഇതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. സോ ആരെങ്കിലും ടൊറൻഡോയിലോട്ട് ഇതുപോലെ ഫ്ലൈറ്റിനൊക്കെ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പിയേഴ്സൺ 24/7 ഓപ്പൺ ആണെന്ന് തോന്നുന്നു. പക്ഷേ ബിഷപ്പ് എയർപോർട്ട് അല്ല, അതൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അത് ചെറിയൊരു എയർപോർട്ടാണ് അല്ല. സോ ആരെങ്കിലും തലേ ദിവസമൊക്കെ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ വരാനൊന്നും പറ്റില്ല എങ്കിൽ, ഇപ്പോൾ എനിക്ക് കാറുണ്ട്. പക്ഷെ അവിടുന്ന് ഡ്രൈവ് ചെയ്തോണ്ട് വന്നിട്ട് ഞാൻ 2 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ പോണത്. എനിക്കിവിടെ പാർക്കിംഗ് ഓൾമോസ്റ്റ് $400 വരും ഞാൻ ഇവിടെ പാർക്ക് ചെയ്യുവാണെങ്കിൽ. ഇപ്പം എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ട്രിപ്പ് എല്ലാം കൂടി കൂട്ടിയിട്ട് എനിക്ക് വന്നത് വെറും $55. ഇപ്പം കഴിച്ച ഫുഡും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ $400 കൊടുത്ത് എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. പിന്നെ ഇനി റെൻ്റൽ കാർസിൻ്റെ അത് വീണ്ടും മാറുമെന്ന് എനിക്കറിയില്ല. നേരത്തെ ഡ്രോപ്പ് ഓഫ് പറ്റണതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറ്റണില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ്. സോ ആരെങ്കിലും ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്യണ്ടെങ്കിൽ തലേ ദിവസം വന്നിരിക്കണ പ്ലാൻ മറന്നേക്കാം, പെട്ടുപോകും നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക രാവിലെ. ഫ്രണ്ട്സ് ആരെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഒന്ന് ഒറ്റക്ക് പോവാം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വിചാരിച്ചാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ, അല്ലാണ്ട് ആരും എൻ്റെ അടുത്ത് നോ പറയുകയോ ഒന്നും ചെയ്തിട്ടല്ല. അപ്പോൾ എൻ്റെ ഇവിടെ വന്ന് മീറ്റ് ചെയ്ത എൻ്റെ പുതിയ ഫ്രണ്ട്സ് ഉണ്ട്. സോ ദീസ് ആർ ദ 2 guys that help me and these are my friends now. So yeah, so these are the guys എന്നെ ഹെൽപ്പ് ചെയ്തത്, ഇവിടെ എല്ലാം സെറ്റാക്കി തന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.